ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിവിടെ മത്തിക്കറി വെച്ച് നോക്കിയാലോ. ഞാനിതാ മത്തിയൊക്കെ നേരാക്കി അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. 10-12 മത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കറി വെക്കുന്നില്ല, കുറച്ച് ക്വാണ്ടിറ്റി വെക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇതിലേക്ക് ആവശ്യമുള്ള പുളി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പുളിപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഇഞ്ചി പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിൽ കൂടുതൽ മാറ്റമൊക്കെ വരുത്താം. ഞാനിവിടെ കുറച്ച് വെക്കുന്നതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളൂ. പച്ചമുളക് നമുക്ക് 2ആയിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഞാൻ കുറച്ച് നേരാക്കി മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ തിരുമ്മി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ 1/2 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, മീനിൽ നേരത്തെ ഇട്ടത് കൊണ്ട്. അല്ലെങ്കിൽ 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണിന് 2 സ്പൂണ് മുളക് പൊടി. ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കൂട്ടാൻ പല രീതിയിൽ വെക്കാം കേട്ടോ. മല്ലിപ്പൊടി ഇടാതെ വെക്കുന്നതൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിരുമ്മി വെക്കാം കേട്ടോ. ഈ മീനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കൈവച്ച് ഇങ്ങനെ തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതിലേക്ക് പുളി ഒഴിച്ചിട്ട് അപ്പം തന്നെ വെക്കാം. ഞാനിത് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് തിരുമ്മി ഒന്ന് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതിലെ മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പുളി നന്നായിട്ട് പിഴിയണം. കുതിർത്ത് വെക്കുമ്പോഴേ നന്നായിട്ട് പിഴിയാൻ കിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ കുറച്ച് വെള്ളം വരും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിൽ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. നമുക്കിതിനി അടുപ്പത്തിലേക്ക് വെക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ നോക്കി ഇളക്കി കൊടുക്കണം. മീനൊന്നും ഉടഞ്ഞു പോവാതെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇതൊന്ന് മിസ്സായിപ്പോയി, ഞാൻ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ തേങ്ങ ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇത് തിളക്കട്ടെ കേട്ടോ. മീൻ കൂട്ടാൻ തേങ്ങ അരയ്ക്കാതെ വെക്കും, തേങ്ങ വറുത്തരച്ച് വെക്കും, പല രീതിയിൽ വെക്കും. അപ്പോൾ അതാ നമ്മുടെ കൂട്ടാൻ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ കട്ടിയൊക്കെ പാകത്തിന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ചിലവർക്ക് നന്നായിട്ട് കട്ടിയിലാവും വേണ്ടത്. ഇപ്പോൾ ഇങ്ങനെയാണ്, ഇത് വെള്ളം പോലെ ഇരിക്കണം നോക്കണ്ട. ഈ മീൻ ചട്ടിയിൽ വെക്കും തോറും ഇത് കുറുകി വരും കേട്ടോ. ഈ മീൻ കൂട്ടാൻ ചട്ടിയിൽ ഇരിക്കുന്ന സമയം ഇത് കട്ടയായി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കുമ്പോൾ ഇത്തിരി വെള്ളം പോലെ വെക്കും. കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനായി കിട്ടും. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഒരു ലേശം ഉപ്പ് കൂടി ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തൊഴിക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 സ്പൂൺ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം.
അതിലേക്കായിട്ട് ഒരു സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 സ്പൂൺ മുളക് പൊടി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടാനിലേക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മീൻ കൂട്ടാൻ വയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്കാം. കണ്ട, അത് ഒഴിക്കുമ്പോൾ ആ കറിയുടെ ഒരു കളറേ മാറാം. മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറിയൊക്കെ എല്ലാവരും വെക്കുന്നതാവും. ഈ രീതിയിൽ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.